നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് ഡിവോഴ്സ് വേണം. എത്ര നിസ്സാരമായിട്ടാണ് നീ ഇത് പറയുന്നത്? ഡിവോഴ്സ് എന്ന് പറയുന്നത് നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. അത് എളുപ്പമാക്കാൻ എനിക്കറിയാം. ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മൂവ് ചെയ്താ ഉടൻ തന്നെ ഒരു തീരുമാനം ഉണ്ടാവും. ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ നിങ്ങൾ ഒപ്പിട്ട് തന്നാ മതി. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അതൊന്നും നടക്കില്ല. ഡാഡി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നത്? പ്രോപ്പർട്ടീസ് എന്റെ പേരിൽ എഴുതി തരാൻ പറഞ്ഞിട്ട് ഡാഡി അത് ചെയ്തോ? എനിക്കറിയാം ഡാഡി വിൽപത്രത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് പിന്നീട് അത് ഇയാളുടെ പേരിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയാ. വിൽപത്രത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞതൊക്കെ സത്യം തന്നെയാ. തൽക്കാലം ഞാൻ ആ വിൽപത്രം മാറ്റി എഴുതാനോ പ്രോപ്പർട്ടീസ് നിന്റെ പേരിൽ എഴുതരാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാം നീ നശിപ്പിക്കും. നിന്റെ ഈ മാഡ്നസ് നീ ആദ്യം ഉപേക്ഷിക്ക്. എന്നിട്ടൊരു ഭാര്യയെ പോലെയും ഒരു കുഞ്ഞിന്റെ അമ്മയെ പോലെയും പെരുമാറാൻ പഠിക്ക്. അമ്മയെ പോലെ പെരുമാറാനാണോ പുതിയ ഒരുത്തി ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അതോ ഭാര്യയെ പോലെ പെരുമാറാനോ? അക്ഷര പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. അതിന്റെ റിഹേഴ്സലായിരിക്കും ഞാൻ കണ്ടത്. അവളെ ഭാര്യയാക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ നിങ്ങൾ മനഃപൂർവ്വം കൊന്നതാണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എനിക്ക് ഡിവോഴ്സ് തന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. ശരി, നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാം. നിരഞ്ജൻ, എന്താ ഇത്? ഞാൻ സത്യമാണ് സാർ പറഞ്ഞത്. എന്നെ ആവശ്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ എന്തിനാണ് സാർ എന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഇത് സഹിക്കാവുന്നതിലും അപ്പുറമാണ് സാർ. ഇങ്ങനെ അതിക്ഷേപം സഹിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് എല്ലാം അവസാനിപ്പിക്കുന്നല്ലേ സാർ? നിരഞ്ജൻ, നോ. ഇവള് ഭ്രാന്ത് പറയുന്നത് കേട്ട ഒരു തീരുമാനം എടുക്കരുത്. അല്ല സാർ, ഇപ്പൊ ഇവള് പറഞ്ഞ ഈ ഭ്രാന്ത് കേട്ടിട്ടല്ല. കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഒരു മനുഷ്യനായാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷം വേണം. കുടുംബം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വഴക്കിടാൻ മാത്രമുള്ളതാണോ? മടുത്തു സർ. അതുകൊണ്ടാണ് ഞാൻ ഈ തീരുമാനം എടുത്തത്. നീ ഡിവോഴ്സിനുള്ള പേപ്പറുകൾ തയ്യാറായിക്കോളൂ. ഒപ്പിട്ട് തരാൻ എനിക്ക് സമ്മതം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും. അവളെ ഞാൻ ആർക്കും വിട്ടു തരില്ല. നിരഞ്ജൻ, മോൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അത് നടക്കില്ല. നടക്കണം. നടന്നേ പറ്റൂ സർ. ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. ഇവളാണ് എന്റെ എല്ലാം. ഞാൻ ഇവൾക്ക് ഡിവോഴ്സ് കൊടുക്കാം. പക്ഷേ എന്റെ മോളെ എനിക്ക് വേണം. തീരുമാനിച്ചോ? തീരുമാനിച്ചു. എങ്കിൽ നിങ്ങൾ അറിയാത്ത ഒരു സത്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാൻ വിൽപത്രത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നീ പലതവണ ചോദിച്ചില്ലേ? അന്ന് ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ല. അതിനുള്ള ഉത്തരം ഞാൻ ഇപ്പൊ പറയാം. എന്റെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത് ശ്രുതിമോളുടെ പേരിലാ. നീ ഡിവോഴ്സ് വാങ്ങി പോയാൽ പിന്നെ എന്റെ സ്വത്തിൽ ഒരു തരി പോലും നിനക്ക് കിട്ടില്ല. നീയും നിരഞ്ജനും ശ്രുതിമോളുടെ പേരിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള സ്വത്തുക്കളുടെ എല്ലാം കെയർ ടേക്കർ മാത്രമായിരിക്കും. ശ്രുതിമോൾക്ക് 18 വയസ്സ് പൂർത്തിയാവുമ്പോൾ എല്ലാ സ്വത്തുക്കളും അവളുടെ പേരിൽ ചെന്ന് ചേരും.
ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് പിന്നീട് അവൾ തീരുമാനിക്കും. ഇനി നിനക്ക് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. മോനെ, ഈ വീട് വിട്ട് നീ എങ്ങോട്ട് പോയാലും ഈ പാവം എന്നെ കൂടി കൊണ്ടുപോകണം. എനിക്ക് വേറെ ആരുമില്ല. സർ, മോളെ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വരാൻ. സത്യാണോ അച്ഛ? നമ്മളീ വീട് വിട്ട് പോവാണോ? അപ്പച്ചി, എടി മോളെ, നിന്റെ ഡാഡി ചതിച്ചു. നിന്റെ ഡാഡി നമ്മളെ ഒക്കെ ചതിച്ചു. ഒരു കാരണവശാലും മോളെ ഡിവോഴ്സ് കൊടുക്കരുത്, കൊച്ചിനും കൊടുക്കരുത്. ഇത് നിന്റെ ഡാഡിയും അവനും കൂടി ചേർന്നിട്ടുള്ള പദ്ധതിയാ. എന്ത് പദ്ധതി? സ്വത്തുക്കൾ മുഴുവൻ കൊച്ചിന്റെ പേരിലാണെന്ന് അവന് നേരത്തെ അറിയാം. അതുകൊണ്ടാണ് ഡിവോഴ്സ് തരാം, പകരം കൊച്ചിനെ വേണമെന്ന് പറഞ്ഞത്. ഇപ്പൊ കാര്യം മനസ്സിലായോ? മുഴുവൻ സ്വത്തുക്കളും കൊച്ചിനെയും കൊണ്ട് അവൻ അങ്ങ് പോകും. നിന്റെ ഡാഡി കൂടെ അങ്ങ് പോകും. നീ മാത്രം തെരുവിലാവും. ഓ, എന്തൊരു ചതിയ മോളെ നിന്നോട് നിന്റെ ഡാഡി ചെയ്തത്. പണ്ട് എന്നോട് ചെയ്തതും ഇതേ ചതി തന്നെ. അതുകൊണ്ട് ഒരു കാരണവശാലും നീ അവനെ ഡിവോഴ്സ് ചെയ്യരുത്. ഇത് ഡാഡി ഒറ്റയ്ക്കെടുത്ത തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാള് മനഃപൂർവ്വം ഡാഡിയെ കൊണ്ട് ചെയ്യിച്ചതായിരിക്കും. മോളെ, സ്വത്തുക്കൾ കൈവിട്ടു പോയാൽ എല്ലാം പോയി. നീ മാത്രല്ല, ഞാനും തെരുവിലാവും. എനിക്ക് കിട്ടാനുള്ള സ്വത്ത് കൂടിയാ ആ കൊച്ചിന്റെ പേരിൽ നിന്റെ ഡാഡി എഴുതി വച്ചിരിക്കുന്നത്. കൊച്ചവന്റെ കൂടെ പോയാ അതെല്ലാം അവന്റേത് മാത്രമായി തീരും. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്ന് അപ്പച്ചി പറയുന്നത്? എന്ത് ചെയ്തിട്ടാണെങ്കിലും ആ വിൽപത്രം മാറ്റി എഴുതിപ്പിക്കണം. അതുവരെ നീ ഒരു കേസിനും പോവരുത്. സ്വത്തുക്കളെല്ലാം കയ്യിൽ കിട്ടിയാലേ അവൻ നിന്നെ കളഞ്ഞിട്ട് ആ ദേവിയെ കല്യാണം കഴിക്കും. അവരൊരുമിച്ച് സന്തോഷായിട്ട് അങ്ങ് ജീവിക്കും. കാൽ കാശിന് വകയില്ലാതെ നമ്മൾ രണ്ടുപേരും തെരുവില് തെണ്ടു. ഇത് അവന്റെ കാഞ്ഞ ബുദ്ധി തന്നെയാ. നിന്റെ മുമ്പിൽ ദേവികയോ അവനും നിന്റെ കുഞ്ഞും കൂടി ഈ സ്വത്തുക്കളെല്ലാം അനുഭവിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നിനക്ക് കാണാൻ പറ്റുമോ? ദേവിക, അവളെ ഞാൻ കൊല്ലും. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ മുകളിലെ മുറി വാടകയ്ക്ക് കൊടുക്കുന്ന കാര്യത്തിനെ പറ്റിയാ എനിക്ക് പറയാനുള്ളത്. അത് കൊടുക്കാൻ തീരുമാനിച്ചില്ലേ? പിന്നിപ്പോ എന്താ? ഇവിടെ ഞങ്ങള് 2 പെൺകുട്ടികളുണ്ട്. ഒരു അന്യപുരുഷൻ ഇവിടെ താമസിക്കാൻ വരുന്നതില് ഞങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവില്ലേ?